ഹായ് ഗേസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പല രീതിയിലും നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണല്ലോ. എങ്ങനെ ബീഫ് ഒരു ലേസം ബീഫ് കൊടുന്നാൽ എങ്ങനെ വെക്കാം എന്നുള്ളത് ആരോടും ചോദിക്കണ്ട, യൂട്യൂബ് കണ്ട് ഓപ്പൺ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ പലരും പല രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് തന്നെ ആദ്യം ഞാൻ ബീഫ് ഇതാ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. എത്ര കഴുകിയാലും അതിൻ്റെ ചുവപ്പ് കളറ് മാറില്ല. അപ്പോൾ അത് മാറോളം നന്നായിട്ട് തന്നെ കഴുകുക. അതിന് ശേഷം ഒരു ഓട്ടപാത്രത്തിലോട്ടൊന്ന് വാർത്ത് വെച്ച ശേഷം ഒരു കുക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് ആവേണ്ടത് കൊണ്ട് തന്നെ കുക്കറിലേക്കാണ് ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൺപാത്രത്തിലൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നതിൻ്റെ രുചി വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ കോളേജിലേക്ക് സ്കൂളിലോട്ടൊക്കെ പോകേണ്ട മക്കൾക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീഫിലോട്ട് നല്ല ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ ഇപ്പുറത്തെ ഒരു പാനിൽ ഞാൻ ലേശം സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ലേശം നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ലേശം ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് നമ്മൾ സവാള ഒന്ന് വഴന്ന് വരട്ടെ. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ എങ്ങനെ ആയാലും ഇപ്പോൾ ഒരു ചമ്മന്തി ആണെങ്കിൽ പോലും നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കണം. നമ്മളെ വീട്ടിൽ മറ്റുള്ളവർക്കൊക്കെ അറിയാതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് പഠിക്കാതെ ഒഴിഞ്ഞു മാറിയാൽ ചില സമയങ്ങളിൽ നമ്മൾ തന്നെയാണ് ഒറ്റപ്പെടുക. അപ്പോൾ അത് ഞാൻ സവാളയായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ജീരകം കൂടെ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും കൂടെ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇവ അളവിനനുസരിച്ചിട്ട് എത്രയാണ് നമ്മൾ ബീഫ് എടുക്കണമെന്ന് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച ബീഫ് ഞാൻ ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി മസാലപ്പൊടിയും നമ്മളെ ബീഫും എല്ലാം കൂടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതിൽ കറിയൊക്കെ ഉണ്ടല്ലോ അത് ഒന്ന് വറ്റുവോളം നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് തൂമിച്ചെടുക്കണം എന്നുള്ളവർക്ക് തൂമിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റ് കൂട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.